ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത 139 സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങൾ. ആ വാക്യം ഇങ്ങനെയാണ്: നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കും. 139 സങ്കീർത്തനം ദൈവം ഒരു മനുഷ്യനെ പരിശോധിക്കുന്നു എന്നുള്ളത്. ദാവീദ് തന്നെ ദൈവം പരിശോധിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവം തന്നെ പരിശോധിക്കുന്നു. 2, താൻ തന്നെ അതിനെ ഏൽപ്പിച്ചും കൊടുക്കും. എന്തിനു വേണ്ടിയാണ് ദൈവം പരിശോധിക്കുന്നത് എന്നത് ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യമായി 24 വാക്യത്തിലുണ്ട്. അപ്പൊ ദൈവം പരിശോധിക്കുന്നത് എന്തിനാ? നാം വായിക്കുന്നത് ഈ വ്യസനത്തിനുള്ള മാർഗം ആ വ്യക്തിയിൽ ഉണ്ടോ എന്നറിയാൻ. അവിടെ മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, സ്തോത്രം, വിനാശത്തിന്റെ മാർഗമുണ്ടോ എന്നുവെച്ചാൽ നാശമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന വഴിയിലൂടെയാണോ താൻ പോകുന്നത് എന്നത് ഈ പരിശോധനയിലാണ് അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. 2, അങ്ങനെയുള്ള മാർഗത്തിൽ തനിക്ക് പോകണ്ട. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. എന്തിനു വേണ്ടിയാണ്? അടുത്ത വാക്യം പറയുന്നു, ശാശ്വതമായ മാർഗത്തിലൂടെ നടക്കണം. എന്ന് വെച്ചാൽ സ്ഥിരമായ, നന്മയുള്ള, ഉയർച്ചയുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു വഴിയുണ്ട്. അതിലൂടെ മാത്രം നടക്കാനാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ശ്രേഷ്ഠമായ വഴിയിലൂടെ നടക്കുവാൻ വേണ്ടി ദൈവമേ എന്നെ പരിശോധിക്കണം. ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന നമ്മി പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ വർഷവും ഒരു വാഹനം പുതിയതായി ഉണ്ടാക്കിയാൽ 3 വർഷം കഴിയുമ്പോൾ മുതൽ എല്ലാ വർഷവും ആ വണ്ടി പരിശോധിക്കും. അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, MOT സർട്ടിഫിക്കറ്റ് എന്നതിന്റെ പേര്. എന്തിനാണ് അത് പരിശോധിക്കുന്നത് ചോദിച്ചാൽ, ഈ വാഹനം നിരത്തിൽ ഓടാൻ നല്ലതാണോ? നിരത്തിലോടാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പരിശോധിക്കുന്നതെന്നറിയാമോ? 2 മേഖലയില. ഒന്ന്, ഈ വാഹനം അതിനെന്തെങ്കിലും ഓടാൻ, അത് ഡേഞ്ചറായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം ആ നിരത്തിൽ ഓടിക്കാൻ. അല്ലെങ്കിൽ ഓടിക്കുന്ന വ്യക്തിക്ക് പ്രശ്നമുണ്ട്, ആ വാഹനം അപകടത്തിൽപ്പെടും, ഓടിക്കുന്ന വ്യക്തിക്ക് അത് പ്രയാസമുണ്ടാകും, ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രയാസമാണ്. മാത്രമല്ല, നിരത്തിൽ ഓടുന്ന മറ്റു വാഹനങ്ങൾക്കും അത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ഈ വാഹനം ഒരു പരിശോധനയ്ക്ക് ഒരു വശം വിധേയമാക്കും. പരിശോധനയ്ക്ക് എന്തിനാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഹല്ലേലൂയ, സ്വയം നശിക്കരുത്, കൂടെ യാത്ര ചെയ്യുന്നവർ നശിക്കരുത്, വഴിയിൽ പോകുന്ന മറ്റുള്ളവർക്ക് നാശമുണ്ടാക്കൽ. അപ്പൊ വ്യസനത്തിന്റെ മാർഗം, പ്രൈസ് ദി ലോർഡ്, വിനാശത്തിന്റെ മാർഗം എന്നിലുണ്ടോ എന്നത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക. ആരാ പരിശോധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, നമ്മെ സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. അവന് മാത്രമേ നമ്മെ പരിശോധിക്കാൻ കഴിയൂ ദൈവമക്കളെ, മറ്റാർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ദാവീദ് തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. എന്നെ അങ്ങ് പരിശോധിക്കണം, അങ്ങ് പരിശോധിച്ചിട്ട് വ്യസനത്തിന്റെ മാർഗം, ദുഃഖത്തിന്റെ മാർഗം, അല്ലെങ്കിൽ വിനാശത്തിന്റെ മാർഗം എന്നിലുണ്ടോ, പ്രൈസ് ദി ലോർഡ്, എന്ന് നോക്കി, എന്നിട്ട് എന്നെ ശാശ്വതമായ മാർഗത്തിൽ, ശ്രേഷ്ഠമായ മാർഗത്തിൽ നടത്തണമേ. ഹല്ലേലൂയ. അങ്ങനെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലൂടെ ഇങ്ങനെ പറഞ്ഞാൽ, എൻ്റെ MOT സർട്ടിഫിക്കറ്റ്, എൻ്റെ വണ്ടി നിരത്തിൽ ഓടാൻ കൊള്ളാമെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഒന്ന് തെളിയിച്ച്
ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊന്ന് കറക്റ്റ് ചെയ്യേണ്ട മേഖലകൾ കറക്റ്റ് ചെയ്യുവാൻ ഇടയാകണമേ എന്നുള്ള തൻ്റെ ആഗ്രഹവും ചിന്തയും ആണ് ഈ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ, സ്തോത്രം വായിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത്. പ്രൈസ് ലോർഡ്. അതിൽ അനേക പരിശോധനകളുണ്ട്. പ്രൈസ് ലോർഡ്. ഈ ഈ മനുഷ്യനെ അനേക പരിശോധനയിലൂടെ ദൈവം വിടുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അവന്റെ കിടപ്പ്, ഹല്ലേലൂയ, നിപ്പ്, നടപ്പ്, അവന്റെ മനസ്സ്, ചിന്ത, നിരൂപണം, ഇതെല്ലാം ടെസ്റ്റിലൂടെ പോകുന്നുണ്ട്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ആ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? മുൻപും പിൻപും അടച്ചു. നോക്കണം, ഇതൊരു മാർഗമാ, അല്ലെങ്കിൽ ഇതൊരു വഴിയാ. ഈ വഴി വ്യസനത്തിനുള്ള വഴിയിലേക്കാണോ പോകുന്നത്, വിനാശത്തിന്റെ വഴിയിലേക്കാണോ പോകുന്നത് എന്ന് നോക്കാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തന്റെ മനസ്സ്, ശരീരം, ചിന്ത, വിചാരങ്ങൾ, കിടപ്പ്, ഇതെല്ലാം പരിശോധിക്കപ്പെടുമ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ മുൻപടയ്ക്കും എന്റെ പിൻപടയ്ക്കും, എന്റെ രണ്ട് മേഖലയെ അങ്ങ് അടയ്ക്കുക. അടച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, അത് അടച്ചിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ കൈ എന്റെ മേൽ വരിക. നോക്ക്, ഹല്ലേലൂയ, അടച്ചിട്ടു എന്നുള്ളതല്ല, ദൈവത്തിന്റെ കൈ പരിശോധനയ്ക്കായി, ഹല്ലേലൂയ, അവിടെ ആ അടത്തിനകത്ത് ദൈവത്തിന്റെ കൈ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത, സ്തോത്രം, ശ്രേഷ്ഠത. ഒരു ദാവീദ് പറയുക, ഈ പരിജ്ഞാനം, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് അത്യത്ഭുതമാകുന്നു. ഇത്, ഹല്ലേലൂയ, എന്നെ മുൻപും പിൻപും അടച്ച് എന്നെ ശോധന ചെയ്യുന്ന, എന്നെ പരിശോധിക്കുന്ന ഇത് എനിക്ക് അത്ഭുതമാ. ഇതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ഹല്ലേലൂയ, ദൈവം നമ്മെ പരിശോധിക്കുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ പരിശോധിച്ച് നമ്മിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, വിനാശത്തിന്റെയും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, വ്യസനത്തിന്റെയും മേഖല, ഹല്ലേലൂയ, അത് മാറ്റി ശാശ്വതമായ വഴിയിൽ നടത്തുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് ചിന്ത ഞാൻ പെട്ടെന്ന് ഇതിനോട് ചേർന്ന് ഞാൻ പറവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരിക അവർ. ഹല്ലേലൂയ. അവിടെ വരുമ്പോൾ ചെങ്കടലിന്റെ കരയിൽ പാളയം ഇറങ്ങി. പുറകിൽ ഇസ്രായേൽ, മിസ്രയീം സൈന്യം, മുൻപിൽ ചെങ്കടൽ, ഇരുഭാഗത്തും മതിൽ പോലെ നിൽക്കുന്ന, സ്തോത്രം, പർവ്വത നിരകൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു അടപ്പ് കാണാം. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ കഴിയാതെ അവിടെ ഒരു അടപ്പ്, അവരെ അടച്ചു. ഹല്ലേലൂയ. അടച്ച് അവരെ നിർത്തുമ്പോൾ, സ്തോത്രം, രണ്ടു മേഖലയായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. സ്തോത്രം, അവരുടെ ശാശ്വതമായ മാർഗത്തിൽ നടത്തപ്പെടുന്നതിന് തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാൽ, അവിടെ ഇസ്രായേൽ മുഴുവനും ദൈവത്തോട് പിറുപിറുക്കുന്നു എന്നുള്ളത്, ആ പിറുപിറുപ്പ് അവരിലുണ്ട്. അതവരെ അവരുടെ ശാശ്വതമായ മാർഗത്തിലൂടെ അവർ പോകുന്ന തടസ്സമാണെന്ന് അവർ തിരിച്ചറിയണമായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ മറ്റൊരു മേഖലയും കൂടെ അതിനോട് ബന്ധപ്പെട്ട് പറയണം. ആ അടച്ചത് അവർക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയ ഒരു വഴി തുറക്കുവാനാണ്. എന്ന് വെച്ചാൽ, ആ കടലിലൂടെ, ആ കടലിന്റെ നടുകൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഉണങ്ങിയ നിലം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഒരു രാജകീയ പാത, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി തുറക്കുവാൻ വേണ്ടി ദൈവം അത് അടച്ചു. പ്രൈസ് ദി ലോർഡ്. അത് അടച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇനിയും മിസ്രയീം ഒരിക്കലും ഇവരുടെ പുറകെ ചെന്നവരെ, അല്ലെങ്കിൽ പെടുത്താതിരിക്കുവാൻ, മിസ്രയീമിനെ മുക്കിക്കളയുവാൻ വേണ്ടി അടച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ദൈവമക്കളെ, അടയ്ക്കുന്നത് ശ്രേഷ്ഠമായ വഴിയും പദ്ധതിയും ദൈവം തുറക്കുന്നതിന് വേണ്ടിയാണ് എന്നത് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ, സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും അതുപോലെ ഒരു വാക്യം കിടപ്പുണ്ട്. സ്തോത്രം, അവൻ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കുകയാണ്. അവിടെ
പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല നമ്മൾ പിന്നെയും കാണുന്നത് സ്തോത്രം, ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. നോക്കണം, ആസ്യയിൽ വചനം പ്രസംഗിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിലക്കി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ബിഥുന്യയ്ക്ക് പോകുവാൻ സമ്മതിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ വിലക്കുകയും സമ്മതിക്കാതിരിക്കുകയും ചെയ്ത് അതേ പരിശുദ്ധാത്മാവ് തന്നെ പ്രൈസ് ദി ലോർഡ് അവർക്ക് പ്രൈസ് ദി ലോർഡ് മക്കതോന്യ ദർശനം കൊടുക്കുവാനും ഇടയായിത്തീർന്നു. അപ്പൊ നോക്കണം, അവരെ വിലക്കിയത്, അവരെ സമ്മതിക്കാതെ അവരെ അടച്ചത് എന്തിനാ ചോദിച്ചാൽ, ഒരു മക്കതോന്യ ദർശനം കൊടുത്ത് മക്കതോന്യയിലേക്ക് പ്രൈസ് ദി ലോർഡ് ദൈവം അവരെ നയിക്കുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ശ്രേഷ്ഠമേറിയ ഒരു വഴി ദൈവം തുറക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ചിലപ്പോൾ നമ്മളെ അടയ്ക്കും. എന്തിനാ അടയ്ക്കുന്നറിയാമോ? ഒന്ന്, നമ്മളിലുള്ള വസനങ്ങൾ, നമ്മളിലുള്ള ഹല്ലേലൂയ സ്തോത്രം ദുഷ്ടതായ, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം വിനാശത്തിന്റെ മേഖലകൾ മാറ്റുവാൻ. മറ്റൊന്ന്, ശ്രേഷ്ഠമേറിയ വഴി നമുക്ക് തുറന്നു കിട്ടുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മുടെ വഴികളെ ചിലപ്പോൾ അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അധികം ഞാൻ ഹല്ലേലൂയ സ്തോത്രം സംസാരിച്ച ഹല്ലേലൂയ സ്തോത്രം ഈ ധ്യാനത്തെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. കർത്താവ് അനുവദിച്ചാൽ വരും ദിവസങ്ങൾ നമുക്കത് വീണ്ടും ഹല്ലേലൂയ അവസരമുള്ളപ്പോൾ ചിന്തിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനിവിടെ പറഞ്ഞ് ഈ വാക്കുകൾ നിർത്തുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്കും ദാവീദിനോട് ചേർന്ന് പറയാം, ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്യണം, എൻ്റെ മനസ്സിനെ, എൻ്റെ നാവിനെ, പ്രൈസ് ദി ലോർഡ് എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്, എൻ്റെ ഇരിപ്പ്, എൻ്റെ എഴുന്നേൽപ്പ്, എൻ്റെ നിരൂപണം, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഇതെല്ലാം നീ ഒന്ന് ശോധന ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എൻ്റെ അന്തരംഗങ്ങളെ ഒന്ന് ശോധന ചെയ്യണമേ. ഹല്ലേലൂയ. എനിക്കറിയാം എന്നെ അടച്ചത് ഒരു പരിശോധനയ്ക്കായിട്ടാണ്. ഒരു പരിശോധനയ്ക്ക് വേണ്ടി നീ എന്നെ അടച്ചു എന്നത് ഞാൻ അറിയുന്നു. കർത്താവേ, എന്നിൽ വസനത്തിന്റെ ഹല്ലേലൂയ വിനാശത്തിന്റെ അന്ധകാരത്തിന്റെ മാർഗത്തിലൂടെയാണ് ഞാൻ ചരിക്കുന്നതെങ്കിൽ, എൻ്റെ ഹൃദയം ചരിക്കുന്നതെങ്കിൽ, എന്നിൽ നിന്ന് മാറ്റി ശാശ്വതമായ വഴിയിലേക്ക് എന്നെ നടത്തുവാൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ യേശുവേ ആ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ മുൻപും പിൻപും അടച്ച് പ്രൈസ് ദി ലോർഡ് അങ്ങയുടെ കൈ എൻ്റെ മേൽ വെച്ച് എന്നെ പരിശോധിച്ച് പ്രൈസ് ദി ലോർഡ് വസനത്തിന്റെ മാർഗം എന്നിൽ നിന്നും മാറ്റി ശാശ്വതമായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മേഖലയിൽ എന്നെ നടത്തുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ മുൻപും പിൻപും അടച്ചത് ചെങ്കടൽ തുറക്കുവാൻ, മിസ്രയീമ്യരെ തകർത്ത് കളയുവാൻ, അവരുടെ ശ്രേഷ്ഠമേറിയ അനുഗ്രഹമേറിയ വഴിയിലൂടെ അവിടെ നടത്തുവാനും, അവരുടെ ഹൃദയത്തിൽ പിറുപിറുപ്പുണ്ട് എന്നത് കർത്താവെ അവരൊന്ന് ഗ്രഹിക്കുവാനും ആയിരുന്നു എന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ പിറുപിറുപ്പുണ്ടെങ്കിൽ, ഞങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്തകളും വാക്കുകളും ഉണ്ടെങ്കിൽ അത് ഞങ്ങളിൽ നിന്നും മാറ്റി ശാശ്വതമായ കർത്താവെ ശ്രേഷ്ഠമായ മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില മേഖലകളിൽ അങ്ങ് വിലക്കുന്നത്, സമ്മതിക്കാതിരിക്കുന്നത്, കർത്താവെ ചില മക്കതോന്യ വിളികൾ ഞങ്ങൾ കിട്ടുവാനാണെന്ന് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, ഞങ്ങളെ അടയ്ക്കുന്നത് ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളെ അടയ്ക്കുന്നത് വസനങ്ങൾ മാറ്റുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ സമ്മതിക്കുന്നപ്പ കർത്താവ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ ചില അടപ്പുകൾ കർത്താവെ തരുന്നതോർത്തു സ്തോത്രം. എന്നാൽ കർത്താവെ അങ്ങയുടെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് അശ്രേഷ്ഠത കാണിക്കണമേ, ആ മേഖലയിൽ നടച്ചണമേ. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വരുന്നത്
ഞങ്ങളെ ഹല്ലേലൂയ പരിശോധിക്കുന്നത്, അത് ഞങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.